വടക്കൻ പാട്ടുകൾ അഥവാ ബല്ലാഡ്സ് ഓഫ് നോർത്ത്. മധ്യകാലഘട്ടത്തിൽ വടക്കൻ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു കൂട്ടം നാടൻ പാട്ടുകളെയാണ് വടക്കൻ പാട്ടുകൾ എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് നിലനിന്നു പോന്ന വീരന്മാരെയും സാഹസികരെയും വാഴ്ത്തിപ്പാടുന്ന പാട്ടുകളാണിവ. ആരോമൽ ചേകവർ, തച്ചോളി ഒതേനൻ, ഉണ്ണിയാർച്ച തുടങ്ങി ഒരുപാട് ധീരന്മാരെയും ധീരവനിതകളെയും പ്രകീർത്തിക്കുകയാണ് ഈ പാട്ടുകൾ. പ്രധാനമായും പുത്തൂരം വീട്, തച്ചോളി മാണിക്കോത്ത് വീട് എന്നീ തറവാടുകളെ ബന്ധിപ്പിച്ചുള്ളവയാണ് വടക്കൻ പാട്ടുകളിൽ ഭൂരിഭാഗവും. ഈ കാലഘട്ടത്തിലെ ചരിത്രം അടയാളപ്പെടുത്തുന്ന ഒരു ചരിത്ര സ്രോതസ് കൂടിയാണ് ഈ പാട്ടുകൾ. വടക്കേ മലബാറിലെ കടത്തനാട്, കോലത്തുനാട്, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ കളരി അഭ്യാസങ്ങൾക്ക് പേരുകേട്ട അഭ്യാസികളുടെ ജീവചരിത്രങ്ങൾ വടക്കൻ പാട്ടുകളിൽ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. നാടൻ പാട്ടുകളുടെ രൂപത്തിലുള്ള വടക്കൻ പാട്ടുകൾ പാണന്മാർ വഴിയാണ് നാടെങ്ങും പ്രചരിച്ചതെന്ന് വടക്കൻ പാട്ടുകളിൽ തന്നെ പറയുന്നു. നൂറ്റാണ്ടുകളായി വാമൊഴിയായാണ് ഇവ തലമുറകളിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു കിട്ടിയത്. കാലാന്തരത്തിൽ ചില കൂട്ടമോ കുറക്കലോ വന്നിട്ടുണ്ടാകുമെങ്കിലും അവ ഇന്നും വലിയ കേടുപാടുകളില്ലാതെ നിലനിൽക്കുന്നു. തറവാടുകളെ അനുസ്മരിപ്പിക്കും വിധം പുത്തൂരം പാട്ടെന്നും തച്ചോളിപ്പാട്ടെന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. വടക്കൻ പാട്ടുകളെ ആസ്പദമാക്കി ധാരാളം ചലച്ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. 1961 പ്രദർശനത്തിനെത്തിയ ഉദയയുടെ ഉണ്ണിയാർച്ചയാണ് ഇവയിൽ ആദ്യത്തേത്. 1978 പ്രദർശനത്തിനെത്തിയ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രമായ തച്ചോളി അമ്പു ഒരു വടക്കൻ പാട്ട് ചിത്രമായിരുന്നു. 1989 പ്രദർശനത്തിനെത്തിയ ഒരു വടക്കൻ വീരഗാഥ എന്ന മമ്മൂട്ടി ചിത്രവും ഇതിൽ ഉൾപ്പെടുന്നു. മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിനു വേണ്ടി.